morning guys, welcome to Verandaris YouTube channel. Okay, അപ്പോൾ നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ന് എന്തൊക്കെ പുതിയ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്, എന്തൊക്കെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെല്ലാം സമകാലീന വാർത്തകളാണ് നമുക്ക് നോക്കേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ക്യാബിനറ്റ് അപ്രൂവലിൻ്റെ ന്യൂസാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഈ ക്യാബിനറ്റ് അപ്രൂവലിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള കുറച്ച് കോപ്പറേഷൻസുള്ള അല്ലെങ്കിൽ കുറച്ച് ധാരണാപത്രങ്ങൾ അവർ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യയിലെ കുറച്ച് റിസോഴ്സസും അല്ലെങ്കിൽ കുറച്ച് ടെക്നോളജീസും ഭൂട്ടാനിന് ഷെയർ ചെയ്യും, അല്ലെങ്കിൽ ഭൂട്ടാനിലുള്ള കുറച്ച് റിസോഴ്സസ് ഇന്ത്യയിൽ ഷെയർ ചെയ്യും. ഇത് രണ്ടും എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഈ രണ്ട് രാജ്യങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു MOU സൈൻ ചെയ്യാൻ, ഇതിന് വേണ്ടിയിട്ടുള്ളൊരു MOU സൈൻ ചെയ്യാനുള്ള ക്യാബിനറ്റ് അപ്രൂവലാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യയും ഭൂട്ടാനും കൂടെ ഈ MOU സൈൻ ചെയ്യുന്നത്? MOU എന്ന് പറയുമ്പോൾ എന്താ? ധാരണാപത്രം അല്ലേ? അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, മെയിൻ എയിം എന്തൊക്കെയാണെന്ന് നോക്കാം. 2-3 കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള അല്ലെങ്കിൽ ഇവർ രണ്ട് രാജ്യങ്ങളുടെയും എനർജി എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനർജി കൺസർവേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പുതിയ മെഷേഴ്സ് കൊണ്ടുവരാം എന്നുള്ള ഒരു തോട്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എനർജി സെക്ടർ ആ ഒരു ഫീൽഡിലേക്ക് വേണ്ടിയിട്ടുള്ള കോപ്പറേഷനാണ് ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്? ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള കോപ്പറേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരൊരു MOU സൈൻ ചെയ്തു. ഇനി ഈ MOUക്കുള്ള ക്യാബിനറ്റ് അപ്രൂവലാണ് നമ്മളിപ്പോൾ റീസണായിട്ട് കണ്ടത്. ഇനി എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ള MOU ആണെന്ന് നോക്കാം. ഒന്നാമത്തേത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള, ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള എനർജി എഫിഷ്യൻസി കൂട്ടാനും അതേപോലെ തന്നെ എനർജി കൺസർവേഷന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ്, അപ്രോപ്രിയേറ്റ് മെഷേഴ്സ് എടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ആദ്യം ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ പറയുന്ന യൂണിയൻ ക്യാബിനറ്റ് ചെയർ ചെയ്തത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. അദ്ദേഹമാണ് ഈ പറയുന്ന MOU സൈൻ ചെയ്യാനുള്ള സാങ്ഷൻ അല്ലെങ്കിൽ അപ്രൂവൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മറക്കരുത്, ഇന്ത്യയും ഭൂട്ടാനും തമ്മിലാണ്. ഇനി എനർജി സെക്ടേഴ്സിലുള്ള അല്ലെങ്കിൽ എനർജി സെക്ടർ അല്ലെങ്കിൽ എനർജി കൺസർവേഷൻ മെഷേഴ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു കോപ്പറേഷൻ, അതിന് വേണ്ടിയിട്ടുള്ളൊരു MOU ആണ് ഈ പറയുന്ന സാങ്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി അഥവാ BEE, ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് പവറിന് അണ്ടറിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി. അതേപോലെ തന്നെ ഭൂട്ടാൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഭൂട്ടാൻ്റെ, അതായത് റോയൽ ഗവൺമെൻറ് ഓഫ് ഭൂട്ടാൻ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പോലെ ഭൂട്ടാൻകാരുടെ എന്ന് പറയുന്നത് റോയൽ ഗവൺമെൻറ് ഓഫ് ഭൂട്ടാൻ എന്നാണ്. അതിൻ്റെ അണ്ടറിൽ വരുന്ന മിനിസ്ട്രി ഓഫ് എനർജി ആൻഡ് നാച്ചുറൽ റിസോഴ്സസിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജി. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് പവറിനകത്തെ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയും ഇനി ഭൂട്ടാൻ്റെ റോയൽ ഗവൺമെൻറ് ഓഫ് ഭൂട്ടാൻ്റെ മിനിസ്ട്രി ഓഫ് എനർജി ആൻഡ് നാച്ചുറൽ റിസോഴ്സസിൻ്റെ അണ്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജിയും തമ്മിലാണ് ഈ പറയുന്ന MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം, എന്തിനു വേണ്ടിയിട്ടാണ്? രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള എനർജി റിലേറ്റ് ചെയ്തിട്ടുള്ള കോപ്പറേഷൻസ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള എനർജി കൺസർവേഷൻ മെഷേഴ്സൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തെ കാരണം അല്ലെ, ഒന്നാമത്തെ എയിം ഇതായിരുന്നു. ഇനി അടുത്തത് ഫുഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള ഫുഡ് സേഫ്റ്റി മെഷേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കോപ്പറേഷൻ അതൊന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇന്ത്യയുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് FSSI ഉണ്ടല്ലോ, നമ്മുടെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന് അണ്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് FSSI. അപ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വന്നിട്ടുണ്ടായിരുന്നത് FSSIയും പിന്നെ അതേപോലെ തന്നെ ഭൂട്ടാൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോയൽ ഗവൺമെൻറ് ഓഫ് ഭൂട്ടാനെ പ്രതിനിധീകരിച്ച് വന്നിട്ടുണ്ടായിരുന്നത് ഭൂട്ടാൻ ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ. ഇവർ തമ്മിലാണ് ഫുഡ് സേഫ്റ്റിയുടെ ബേസിലുള്ള MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ഫുഡ് സേഫ്റ്റിയും അല്ലെങ്കിൽ ഫുഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രേഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനൊരു MOU സൈൻ ചെയ്തേക്കുന്നത്. ഇനി ഒരു റീസൺ കൂടിയുണ്ട് ഈ MOUയുടെ പിന്നിൽ, എന്താണെന്ന് നോക്കാം. അതായത് ഭൂട്ടാനും ഇന്ത്യയും തമ്മിലുള്ള പെട്രോളിയം പ്രൊഡക്റ്റുകളൊക്കെ ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ പെട്രോളിയം പ്രൊഡക്റ്റുകളുടെ ട്രേഡ് വർദ്ധിപ്പിക്കാനും കൂടിയിട്ടാണ് അടുത്ത MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്തായിരുന്നു? സപ്ലൈ ഓഫ് പെട്രോളിയം, ഓയിൽ, ലൂബ്രിക്കൻസ് എന്നിങ്ങനെയുള്ള
പെട്രോളിയം, ഓയിൽ, ലൂബ്രിക്കൻസ് എന്നിങ്ങനെയുള്ള പെട്രോ കെമിക്കൽ പ്രൊഡക്റ്റുകളുടെ സപ്ലൈയും ട്രേഡും ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഭാഗമായിട്ട് എന്തായിരിക്കും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള എക്കണോമിക് സ്ട്രെങ്ത് അല്ലെങ്കിൽ എക്കണോമിക് റിലേഷൻ കൂടും, കൊമേഴ്ഷ്യൽ ലിങ്ക് കൂടും അല്ലേ. അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പറഞ്ഞ പെട്രോളിയം റിലേറ്റ് ചെയ്തിട്ടുള്ള MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഇന്ത്യയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന പെട്രോളിയം പ്രോഡക്റ്റുകൾ ഭൂട്ടാനിലും ട്രേഡ് ചെയ്യും. അതേപോലെ തന്നെ ഭൂട്ടാൻ്റെ ഭാഗത്തു നിന്നും തിരിച്ചിങ്ങോട്ട് കോപ്പറേഷൻസ് നടക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള ധാരണാപത്രത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ എനർജി എഫിഷ്യൻസിയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ റീസണായിട്ട് നമ്മൾ വീട്ടിലേക്ക് ഏതൊരു അപ്ലയൻസസ് വാങ്ങിച്ചാലും അതിൽ ഈ പറയുന്ന സ്റ്റാർ റേറ്റിംഗ് കാണാറുണ്ട്. ഫ്രിഡ്ജ് ആയിക്കോട്ടെ, AC ആയിക്കോട്ടെ, 3 സ്റ്റാർ 4 സ്റ്റാർ ഈ സ്റ്റാർ റേറ്റിംഗ് കാണാറുണ്ട്. അത് നിർണ്ണയിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ സ്റ്റാർ ലേബലിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. എന്നാണ് സ്റ്റാർ ലേബലിംഗ് ഓർഗനൈസേഷൻ. ഓക്കെ, ഇനി ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്, മിനിസ്ട്രി ഓഫ് പവറിന് അണ്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി. ആ ഒരു ഓർഗനൈസേഷനാണ് ഈ പറഞ്ഞ ഇന്ത്യയിലെ ഓരോ അപ്ലയൻസസിനും സ്റ്റാർ ലേബലിംഗ് കൊടുക്കുന്നത്. ഓക്കെ, ഓരോ എനർജി എഫിഷ്യൻസി അല്ലെങ്കിൽ എനർജി കൺസർവേഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ബേസിലാണ് ഈ പറഞ്ഞ സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നത്. ഇനി ഇന്ത്യയിൽ ഈ സ്റ്റാർ റേറ്റിംഗ് നിലവിൽ വന്ന വർഷം 2006. ഓക്കെ, 2006 തൊട്ടാണ് ഇന്ത്യയിലെ ഓരോ പ്രൊഡക്റ്റുകൾക്കും ഈ സ്റ്റാർ റേറ്റിംഗ് അല്ലെങ്കിൽ സ്റ്റാർ ലേബലിംഗ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏത് ഓർഗനൈസേഷനാണ് സ്റ്റാർ ലേബലിംഗ് തുടങ്ങിയത്? ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി. ഈ പറയുന്ന ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ഏത് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്നതാണ്? മിനിസ്ട്രി ഓഫ് പവർ. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടെ നോക്കാം. ഇന്ത്യയിൽ ഇപ്പം നിലവിൽ 37 ടൈപ്പ് ഓഫ് അപ്ലയൻസസിലാണ് ഈ പറഞ്ഞ സ്റ്റാർ ലേബലിംഗ് നിലവിൽ ഉള്ളത്. ഓക്കെ, അതായത് AC, ഫ്രിഡ്ജ് എന്നൊക്കെ ഉള്ള വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള 37 അപ്ലയൻസസിൽ ഇപ്പം നിലവിൽ ഈ പറഞ്ഞ സ്റ്റാർ ലേബലിംഗ് കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? എയിം എല്ലാവർക്കും അറിയാലോ, എനർജി കൺസംഷൻ കുറയ്ക്കാനും അതേസമയം ആ ഒരു അപ്ലയൻസിൻ്റെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും നടത്താതെ അതിൻ്റെ എനർജി കൺസപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ബേസിലാണ് ഈ പറയുന്ന സ്റ്റാർ ലേബലിംഗ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുനിന്ന് ചോദിക്കാനുള്ളത്. നിങ്ങളിപ്പോൾ ഫ്രിഡ്ജിലൊക്കെ കാണത്തില്ലേ ഈ ഒരു സിമ്പിൾ, ഇതാണ് ഈ പറയുന്ന സ്റ്റാർ ലേബലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയും ഭൂട്ടാനും സംബന്ധിച്ചിട്ടുള്ള MOU റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്തത് ഇപ്പം റീസണായിട്ട് ഇന്ത്യയിലൊരു പുതിയ സ്കീം വന്നിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ നിലവിൽ അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതലും എക്സാംസിൽ കൂടുതലും ചോദിക്കുന്ന ഒരു ഏരിയ സ്കീമാണ്. സ്കീം യൂസ് ചെയ്യുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ബാങ്ക് എക്സാംസിന് ഒരുപാട് സ്കീം ന്യൂസും ഇൻഷുറൻസ് എക്സാമിനൊക്കെ സ്കീം ന്യൂസ് ഒരുപാട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഡെയിലി വരുന്ന സ്കീമുകൾ നിങ്ങൾക്കിത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് സ്കീമുകളുണ്ടല്ലോ. അത് ഒരുപാട് വൃത്തിക്ക് നല്ല രീതിയിൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ്. ഇനി അതേപോലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കീമിൻ്റെ കാര്യമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് PM സൂരജ് എന്ന് പറയും. ഓക്കെ, ഈ PM സൂരജിന് വേണ്ടിയിട്ടുള്ള ഒരു നാഷണൽ പോർട്ടലും ഇദ്ദേഹം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ PM സൂരജ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, ഒരുപാട് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ പറയുന്ന ഇന്ത്യയിലെ ഹൈ ക്വാളിറ്റി സർവീസസ് ഒന്നും കിട്ടാത്ത ആൾക്കാരുണ്ട്, അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന PM സൂരജ് എന്നുള്ള സ്കീം ഇറക്കിയിട്ടുള്ളത്, അഥവാ PM സൂരജ് എന്നുള്ള പോർട്ടൽ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ആരാണ് ലോഞ്ച് ചെയ്തേക്കുന്നത്? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. ഇനി ഈ PM സൂരജിനകത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫുൾ ഫോം. S എന്തിനാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ U എന്താണ്, R എന്താണ് എന്നൊക്കെ ചോദിക്കും. ഓക്കെ, PM അറിയാലോ പ്രധാനമന്ത്രി എന്നാണ് PMൻ്റെ ഒരു അബ്രിവേഷൻ. ഇനി S ഫോർ സാമാജിക്. അപ്പോൾ പ്രധാനമന്ത്രി സാമാജിക് ഉത്തൻ ഏവം റോസ്ഗാർ ആധാരിത് ജൻ കല്യാൺ എന്നാണ് PM സൂരജിൻ്റെ ഫുൾ ഫോം. ഓക്കെ, ജെ എന്താന്നൊക്കെ പറയും, ചോദിക്കും. എന്താ? ജന കല്യാൺ. ഓക്കെ, പ്രധാനമന്ത്രി സാമാജിക് ഉത്തം ഏവം റോസ്ഗാർ ആധാരിത് ജനകല്യാൺ എന്നാണ് PM സൂരജിൻ്റെ
ഫുൾ ഫോം വന്നിട്ട്. ഓക്കെ, അപ്പം ഇതൊക്കെ ആരാണ് ലോഞ്ച് ചെയ്തേക്കുന്നത്? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. ആരെയാണ് ടാർഗറ്റ് ചെയ്തേക്കുന്നത്? അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ആണ് ഈ പറയുന്ന PM സൂരജ് കൊണ്ട് കവർ ചെയ്യുന്നത്, ടാർഗറ്റ് ചെയ്തേക്കുന്നത്. ഇനി ഇതിനകത്ത് നോക്കാനുള്ളത് PM സൂരജിൻ്റെ ഫുൾ ഫോം ആണ്. ഓക്കെ, നമ്മുടെ പ്രധാനമന്ത്രി സാമാജിക് ഉത്തം ഏവം റോസ്ഗാർ ആധാരിത് ജനകല്യാൺ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഓക്കെ, ഏകദേശം ഇതിനകത്ത് ഇനി എത്ര രൂപയുടെ ഒരു ക്രെഡിറ്റ് സപ്പോർട്ടാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ക്രെഡിറ്റ് അസിസ്റ്റൻസ് ആണ്. എത്ര രൂപയുടെ ക്രെഡിറ്റ് സപ്പോർട്ടാണെന്ന് നോക്കാം. അതായത് ഈ ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, അവർക്ക് എന്താ 1 ലക്ഷം രൂപയുടെ കൊളാട്രൽ ഫ്രീ ആയിട്ടുള്ള ലോണാണ് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ എന്തെങ്കിലും എൻ്റർപ്രൈസസ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടെങ്കിലോ എന്തെങ്കിലും ഓൺടർപ്രണർഷിപ്പ് തുടങ്ങാനുണ്ടെങ്കിലോ ഒക്കെ 1 ലക്ഷം രൂപയാണ് കൊളാട്രൽ ഫ്രീ ആയിട്ടുള്ള ലോണ് അവർ ഈ സ്കീമിൻ്റെ അണ്ടറിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്തുനിന്ന് പഠിക്കേണ്ടത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടെ നോക്കാം. ഈ പറഞ്ഞ സ്കീം വന്നിട്ടുള്ളത് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഡിസഡ്വാൻറ്റേജ്ഡ് കമ്മ്യൂണിറ്റീസിന് കൊടുക്കുന്ന ഒരു ക്രെഡിറ്റ് അസിസ്റ്റൻറ്റ് അല്ല ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു സോഷ്യൽ ജസ്റ്റിസിൻ്റെ ഭാഗമായിട്ടാണ് വന്നേക്കുന്നത് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഏത് മിനിസ്ട്രി ആയിരിക്കും? മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന PM സൂരജ് എന്നുള്ള സ്കീം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് ഓർത്തിരിക്കുക, മിനിസ്ട്രി ഓർത്തിരിക്കുക, ഫുൾ ഫോം ഓർത്തിരിക്കുക, പിന്നെന്താ ആര് ലോഞ്ച് ചെയ്തെന്ന് ഓർത്തിരിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ആരാണ് ഇതിനകത്ത് ടാർഗറ്റഡ് ഏരിയ, ടാർഗറ്റഡ് കമ്മ്യൂണിറ്റി ആരാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി അടുത്തത് ഉസോഫ്. ഉസോഫ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട് എന്ന് പറയും. ഈ പറഞ്ഞ ഉസോഫും അതേപോലെ പ്രസാർ ഭാരതി, നമ്മുടെ ദൂരദർശൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിൻ്റെ മെയിൻ ഹെഡ് എന്ന് പറഞ്ഞാൽ പ്രസാർ ഭാരതിയാണ്. ഓക്കെ, അപ്പം ഉസോഫും പ്രസാർ ഭാരതിയും ONDC എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, നമ്മുടെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന DPIITയുടെ അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് ഈ ONDC എന്ന് പറയുന്നത്. ഓൺലൈൻ ഡിജിറ്റൽ കൊമേഴ്സിനെയൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ONDC. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ONDCയും പ്രസാർ ഭാരതിയും ഉസോഫും കൂടെ ചേർന്നിട്ട് എന്തുകൊണ്ടുവന്നു? ഒരു നമ്മുടെ റൂറൽ ഏരിയയിലേക്ക് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സർവീസസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഡിജിറ്റലി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉസോഫും പ്രസാർ ഭാരതിയും ONDCയും കൂടെ MOU അല്ലെങ്കിൽ ഈ മൂന്ന് ഓർഗനൈസേഷനോടെ ചേർന്നിട്ട് പാർട്ട്ണർഷിപ്പ് ആയിട്ടുള്ളത്. ഓക്കെ, എന്തിനാണ്? ഒറ്റവാക്കി പറയുവാണെങ്കിൽ എന്താ? റൂറൽ ഇന്ത്യയിലേക്ക് ഡിജിറ്റൽ സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആരൊക്കെയാണ്? ഉസോഫ്, പ്രസാർ ഭാരതി, പിന്നീട് ONDC. ഓക്കെ, ഇനി ഈ പറയുന്ന 3 ഓർഗനൈസേഷൻസിനെ പറ്റിയിട്ടൊന്ന് നോക്കാം. ഉസോഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഫുൾ ഫോം എന്താ പറഞ്ഞാൽ? യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട് എന്ന് പറഞ്ഞേക്കുന്നത്. ഇനി ഇത് നിലവിൽ വന്ന വർഷം 2002 ഏപ്രിലാണ് ഉസോഫ് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ അണ്ടറിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻസ് ആണ് അതിൻ്റെ ഒരു സബ്സിഡറി അല്ലെ അതിൻ്റെ ഒരു അറ്റാച്ച്ഡ് ഓഫീസാണ് ഉസോഫ് എന്ന് പറയുന്നത്. ഓക്കെ, നിലവിൽ വന്ന വർഷം 2002 ഏപ്രിലാണ്. ഇനി പ്രസാർ ഭാരതി എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന് അണ്ടറിൽ വരുന്ന ഒരു ബ്രോഡ്കാസ്റ്റിംഗ് പ്ലാറ്റ്ഫോമാണ് പ്രസാർ ഭാരതി. ഓക്കെ, നമ്മുടെ ദൂരദർശൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അങ്ങനെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് പ്ലാറ്റ്ഫോമാണ് പ്രസാർ ഭാരതി. ഇനി ONDC ഞാൻ ഓൾറെഡി പറഞ്ഞു, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് അറിയാലോ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് DPIIT. അവരുടെ ഒരു ഇനിഷ്യേറ്റീവാണ് ONDC. അതായത് ഈ കൊമേഴ്സും കാര്യങ്ങളുമൊക്കെ ഡിജിറ്റലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഓൺലൈൻ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് ONDC എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം ഇറക്കിയിട്ടുള്ളത്. അപ്പം ആരൊക്കെയാണ്? ONDC, പ്രസാർ ഭാരതി, ഉസോഫ്. ഇവർ 3 പേരോട് ചേർന്നിട്ട് എന്ത് ചെയ്തു? റൂറൽ ഇന്ത്യ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റൂറൽ ഏരിയയിലുള്ള ആൾക്കാർക്ക് അവർക്ക് അക്സസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സർവീസസ്, ഡിജിറ്റൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ്. ഓക്കെ, ഇനി MOU പറ്റി പറയാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ ഡിജിറ്റൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് OTT പ്ലാറ്റ്ഫോമും അതേപോലെ തന്നെ എന്താ
ഭാരത് നെറ്റ് ഇൻഫ്രാസ്ട്രക്ചറും ഇങ്ങനത്തെ കാര്യങ്ങൾ ഭാരത് നെറ്റ് ഇൻഫ്രാസ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് ഈ റൂറൽ ഏരിയയിലൊക്കെ OTT പ്ലാറ്റ്ഫോമും അതേപോലെ തന്നെ കൊമേഴ്സും ഒക്കെ റൂറൽ ഏരിയയിൽ അല്ലെങ്കിൽ റൂറൽ ആൾക്കാർക്ക് കുറച്ചും കൂടെ ഒന്ന് പരിചിതമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു MOU അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം, റൂറൽ ഇന്ത്യയിലെ ആൾക്കാർക്ക് ഡിജിറ്റൽ സർവീസസ് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്തെല്ലാം ഡിജിറ്റൽ സർവീസസ് ആണ്? OTT പ്ലാറ്റ്ഫോം അറിയാലോ, ഓവർ ദ ടോപ്പ് എന്ന് പറയുന്നതാണ് OTTയുടെ ഫുൾ ഫോം വരുന്നത്. ഓക്കെ, നമുക്കറിയാം, നമ്മളൊക്കെ OTT പ്ലാറ്റ്ഫോമിൽ ഫിലിം കാണുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ റൂറൽ ഏരിയയിലും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ OTTയും പിന്നെ അതുപോലെ തന്നെ കൊമേഴ്സ് ഒന്നും നമ്മുടെ റൂറൽ ഇന്ത്യയിൽ ഒരുപാട് റൂറൽ ഏരിയയിലൊന്നും അത്ര പരിചിതമായിട്ടുള്ള കാര്യമല്ല ഈ കൊമേഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ 2 ഡിജിറ്റൽ സർവീസസും റൂറൽ ഇന്ത്യയിലും കൂടെ ഒന്ന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന MOU എന്ന് പറയുന്നത്. ഇനി ഓരോ ഓർഗനൈസേഷൻ്റെ റോൾ എന്താണെന്ന് നോക്കാം. ഇതിൽ USOF ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. USOF എന്തായിരിക്കും? അതൊരു നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. USOF എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ്റെ ഒരു സബ്സിഡറിയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇവർ ഈ കൊടുക്കുന്ന ടെലികമ്മ്യൂണിക്കേഷൻ സർവീസസ് അല്ലെങ്കിൽ ഹൈ സ്പീഡ് ബ്രോഡ്ബാൻഡ് കൊടുക്കാനും അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബ്രോഡ്ബാൻഡ് സിസ്റ്റം കൊടുക്കാനും റിമോട്ട് ഏരിയയിലും അല്ലെങ്കിൽ റൂറൽ ഏരിയയിലും ഒക്കെ ഹൈ എഫിഷ്യൻറ്റും അഥവാ ഹൈ സ്പീഡായിട്ടുള്ള ബ്രോഡ്ബാൻഡ് സർവീസസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് USOF ഇതിൻ്റെ ഭാഗമാകുന്നത്. ഓക്കെ, ഇനി അടുത്ത പ്രസാർ ഭാരതിയുടെ നോക്കാം. OTT പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കാനുള്ള അല്ലെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സോഴ്സ് കൊടുക്കുന്നത് പ്രസാർ ഭാരതി ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ONDC എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൊമേഴ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, OTTയും കൊമേഴ്സും അല്ലേ കൊടുക്കേണ്ടത്. അപ്പോൾ കൊമേഴ്സിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ONDC ആണ്. അത് ഓൺലൈൻ ഡിജിറ്റൽ കൊമേഴ്സിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പം റൂറൽ ഏരിയയിലൊക്കെ കൊമേഴ്സും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ നെസസറി ആയിട്ടുള്ള ഫ്രെയിം വർക്കും ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് ONDC ആയിരിക്കും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന MOUയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അടുത്ത് നോക്കാം. PB ശബ്ദം എന്ന് പറയുന്ന പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. PB ശബ്ദം എന്ന് പറയുന്ന ഒരു സർവീസാണ്. ഓക്കെ, ഇതിൻ്റെ ഫുൾ ഫോം എന്താ? പ്രസാർ ഭാരതി. ഓക്കെ, വീണ്ടും പ്രസാർ ഭാരതിയുടെ കാര്യമാണ്. പ്രസാർ ഭാരതി ഷെയർഡ് ഓഡിയോ വിഷ്വൽസ് ഫോർ ബ്രോഡ്കാസ്റ്റ് ആൻഡ് ഡിസമിനേഷൻ എന്നാണ് PB ശബ്ദത്തിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ആകാശവാണി റിലേറ്റ് ചെയ്തിട്ടുള്ളതും അതേപോലെ തന്നെ ഓൺലൈൻ ന്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഓഡിയോ ബേസ്ഡ് ആയിട്ടുള്ള ന്യൂസും കാര്യങ്ങളും ഒക്കെ ഇനി അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് PB ശബ്ദ് വന്നിട്ടുണ്ടായിരുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെങ്കിൽ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. PB ശബ്ദം എന്ന് പറയുമ്പോൾ എന്താ? പ്രസാർ ഭാരതി എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പ്രസാർ ഭാരതി എന്ന് പറയുമ്പോൾ അത് ഏത് മിനിസ്ട്രി ആയിരിക്കും? മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അൺവീൽ ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു PB ശബ്ദ് ലോഞ്ച് ചെയ്തേക്കുന്ന ആരായിരിക്കും? ഇതിൻ്റെ കറസ്പോണ്ടിങ് യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള അനുരാഗ് സിംഗ് താക്കൂർ ആണ്. ഓക്കെ, അപ്പോൾ PB ശബ്ദിൻ്റെ ഫുൾ ഫോം ഓർത്തിരിക്കുക, ആര് ലോഞ്ച് ചെയ്തെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇതാണ് PB ശബ്ദിൻ്റെ ലോഗോ വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇതിനൊപ്പം തന്നെ അനുരാഗ് സിംഗ് താക്കൂർ എന്തുകൂടി ചെയ്തു? 2 വെബ്സൈറ്റ് കൂടി, ദൂരദർശന് വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റും അതുപോലെ തന്നെ ആകാശവാണി ന്യൂസും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റും ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്ലിക്കേഷനും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത്ര ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഒന്നും അല്ല, സ്റ്റിൽ എങ്ങാണ് ചോദിച്ചാൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. അത്യാവശ്യം കുറച്ച് വെയിറ്റേജ് ഉള്ള ഒരു കണ്ടന്റ് ആണ്. നാഷണൽ സ്പീഡ് ബ്രീഡിംഗ് ക്രോപ്പ് ഫെസിലിറ്റി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഫാമേഴ്സിൻ്റെയൊക്കെ ഇൻകം സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഫാമേഴ്സിൻ്റെയൊക്കെ ഈ പറയുന്ന ഇൻകം കാര്യങ്ങളൊക്കെ ഒന്ന് ഡബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വിഷനോട് കൂടിയിട്ടാണ് ഗവൺമെൻറ് ഈ പറയുന്ന നാഷണൽ സ്പീഡ് ബ്രീഡിംഗ് ക്രോപ്പ് ഫെസിലിറ്റി മുന്നോട്ട് വച്ചേക്കുന്നത്. അതായത് എന്താ പറയുക, ഫാമേഴ്സിനെ ഇൻകം ഡബിൾ ആക്കുക, അതുപോലെ തന്നെ അവരുടെ എക്കണോമിക് എംപവർമെൻറ്റ് കൊണ്ടുവരിക, അവരുടെ അഗ്രികൾച്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്പും കാര്യങ്ങളും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന നാഷണൽ സ്പീഡ് ബ്രീഡിംഗ് ക്രോപ്പ് ഫെസിലിറ്റിയുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലായിരിക്കും വരുന്നത്? മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഇനി അതിൻ്റെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആണ് ജിതേന്ദ്ര സിംഗ് ആണ് ഈ പറയുന്ന ഫെസിലിറ്റി അൺവീൽ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഇനോഗ്രേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതാണ് ഡോക്ടർ S ജിതേന്ദ്ര സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് നാഷണൽ സ്പീഡ് ബ്രീഡിംഗ് ക്രോപ്പ് ഫെസിലിറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് ഏത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? നാഷണൽ അഗ്രി ഫുഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് പറയുന്നത്, NABI.
ഓക്കെ, NABI മുംബൈ അല്ല, മൊഹാലി, പഞ്ചാബ് ബേസ് ചെയ്തിട്ടുള്ള ഒരു അഗ്രികൾച്ചർ അല്ലെങ്കിൽ അഗ്രി ഫുഡ് ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നാബി എന്ന് പറയുന്നത്. നാബിയും അതേപോലെ തന്നെ ഈ അഗ്രികൾച്ചർ മിനിസ്ട്രിയും കൂടെ ചേർന്നിട്ടാണ് നാഷണൽ സ്പീഡ് ബ്രീഡിംഗ് ക്രോപ്പ് ഫെസിലിറ്റി കൊണ്ടുവന്നേക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫാമേഴ്സിൻ്റെ ഇൻകം ഡബിൾ ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ എക്കണോമിക് എംപവർമെൻ്റ് ഒക്കെ ഒന്ന് എൻഷുർ ചെയ്യാനും അതുപോലെ തന്നെ അഗ്രികൾച്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഫെസിലിറ്റി കൊണ്ടുവന്നേക്കുന്നത്. ഇനി അതിനൊപ്പം തന്നെ ഫാമേഴ്സിൻ്റെ ക്രോപ്പിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കൂടി ഒന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊക്കെ ഒന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ പറയുന്ന ഫെസിലിറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ആണ് ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അത്യാവശ്യം കുറച്ച് വെയിറ്റേജ് ഉള്ള ഒരു കണ്ടൻ്റാണ്. ഓക്കെ, ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ്. അതായത് ഹൈദരാബാദിൻ്റെ ലിബറേഷൻ ഡേ ആണ്. ഓക്കെ, സെപ്റ്റംബർ 17 ഹൈദരാബാദിൻ്റെ ലിബറേഷൻ ഡേ വരുന്നത്. ലിബറേഷൻ ഡേ എന്ന് പറയുമ്പം അതായത് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും 1948 വരെ ഈ പറയുന്ന ഹൈദരാബാദ് ഒരു നിസാം ഒസ്മാൻ അലി ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള മിർ ഒസ്മാൻ അലി ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹൈദരാബാദിൻ്റെ നിസാമാണ്. അദ്ദേഹത്തിൻ്റെ അധീനതയിലായിരുന്നു. ഇൻഡിപെൻഡൻസ് ഓഗസ്റ്റ് 15, 1947 കിട്ടിയെങ്കിലും ഹൈദരാബാദ് എന്ന് പറയുന്ന സ്ഥലം ഈ പറയുന്ന മിർ ഒസ്മാൻ അലി ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള നിസാം ഉണ്ടായിരുന്നു ഹൈദരാബാദിന്. അദ്ദേഹത്തിൻ്റെ അധീനതയിലായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൺട്രോളിലായിരുന്നു, റൂളിലായിരുന്നു. പക്ഷെങ്കിൽ 1948 ആയപ്പോഴത്തേക്ക് ഹൈദരാബാദ് നമ്മുടെ ഇന്ത്യൻ യൂണിയൻ അത് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ് ഓഫ് ഹൈദരാബാദ് എന്നുള്ളത് ഇന്ത്യൻ യൂണിയനിലോട്ട് 1948 ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് സെപ്റ്റംബർ 17 അതിൻ്റെ ഭാഗമായിട്ടാണ് ഹൈദരാബാദിൻ്റെ ലിബറേഷൻ ഡേ ആയിട്ട് സെപ്റ്റംബർ 17 ആചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോഴാണ് സെപ്റ്റംബർ 17 ഹൈദരാബാദിൻ്റെ ലിബറേഷൻ ഡേ ആയിട്ട് ആചരിക്കണം എന്നൊരു തോട്ട് മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം അതിന് എന്തായിരിക്കും? മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, അവരതിന് വേണ്ടിയിട്ട് ഒരു ഗസറ്റഡ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി എല്ലാ വർഷവും സെപ്റ്റംബർ 17 നടന്ന് ഹൈദരാബാദിൻ്റെ ലിബറേഷൻ ഡേ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതിനകത്ത് കുറച്ച് SSCക്ക് അല്ലെങ്കിൽ റെയിൽവേക്കും വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റാറ്റിക് കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി 1948 സെപ്റ്റംബർ 17 ഈ പറയുന്ന ഹൈദരാബാദ് ഈ നിസാമിൻ്റെ മിർ ഒസ്മാൻ അലി ഖാൻ്റെ അധീനതയിൽ നിന്ന് അവർ ലിബറേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പോലീസ് ആക്ഷൻ്റെ പേര് ഓപ്പറേഷൻ പോളോ എന്നാണ്. ഓക്കെ, ഓപ്പറേഷൻ പോളോയുടെ ഭാഗമായിട്ട് ഹൈദരാബാദ് ലിബറേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി തൊട്ട് സെപ്റ്റംബർ 17 ഹൈദരാബാദിൻ്റെ ലിബറേഷൻ ഡേ ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഹൈദരാബാദ് എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയനിലോട്ട് ജോയിൻ ചെയ്ത വർഷം എത്രയാണ്? 1948 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഈ ഫിഗർ എന്നൊക്കെ ഒന്ന് ഓർത്ത് നിന്നേ. ഇത് കൊണ്ടുവന്നിട്ടുള്ള മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള അമിത് ഷാ ആണ് ഇതിന് മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അടുത്തത് NIELIT എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും അതേപോലെ തന്നെ ഈ NIELIT എന്ന് പറയുന്നത് ഇന്ത്യയുടെയാണ്. ഓക്കെ, ഇന്ത്യയുടെ ഒരു ടെക്നിക്കൽ ഓർഗനൈസേഷനാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ NIELITയും ഈജിപ്തിൻ്റെ ഒരു ഓർഗനൈസേഷനുണ്ട്. ഈജിപ്തിൻ്റെ IT റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനുണ്ട്, ഈജിപ്റ്റ്സ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ITI. ഓക്കെ, ഇന്ത്യയുടെ NIELITയും ഈജിപ്തിൻ്റെ ITI കൂടെ ചേർന്നിട്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കോപ്പറേഷൻസും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരുപാട് ഇൻഫർമേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുമാണ് ഇന്ത്യയുടെ NIELITയും ഈജിപ്തിൻ്റെ ITI കൂടെ ചേർന്നിട്ട് MOU സൈൻ ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ MOU എന്ന് പറഞ്ഞാൽ ധാരണാപത്രം എന്നാണ്. അപ്പം നിങ്ങൾക്കത് നമ്മൾ ഒരുപാട് വർഷം MOU എന്നൊക്കെ പറയാറുണ്ട്. ഇതാണ് ഈ പറയുന്ന MOU എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഈ ഒരു ഇത് കണ്ടോ, രണ്ട് ആൾക്കാർ, അതായത് ഈജിപ്തിൻ്റെ ഭാഗത്തു നിന്നും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും രണ്ട് ഓർഗനൈസേഷനെ ഹെഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു MOU ചെയർ ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യും? സൈൻ ചെയ്യും. ഇതാണ് ഈ പറയുന്ന ധാരണാപത്രം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ,
ഇന്ത്യയുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും ഈജിപ്തിൻ്റെ ഇൻഫർമേഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ ചേർന്നിട്ട് ഒരു MOU സൈൻ ചെയ്തു. കണ്ടോ, MOU സൈൻ ചെയ്തേക്കുന്നത്. ഇനി ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എയിമും ഇവർ കൊടുത്തിട്ടുണ്ട്. ടു ഫോസ്റ്റർ മ്യൂച്വൽ കൊളാബറേഷൻ ഫോർ ഇംപ്രൂവിംഗ് workforce skills, promoting employment opportunity, addressing skill gaps and fostering international cooperation. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. പിന്നെ മെയിനായിട്ട് ഇൻഫർമേഷൻ ടെക്നോളജി ഓർഗനൈസേഷൻസ് ആണ് ഈ MOUയിൽ ഭാഗമായേക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇൻഫർമേഷൻ ടെക്നോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഒരുപാട് കൊണ്ടുവരാനും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കോപ്പറേഷൻസ് കൊണ്ടുവരാനും അതിൻ്റെ ഭാഗമായിട്ട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വർദ്ധിപ്പിക്കാനുമാണ് ഈ ഒരു MOU എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരിക്കുലം ഡിസൈനിങ് ഉണ്ട്, ട്രെയിനിങ് മെറ്റീരിയൽ ഡെവലപ്മെൻറ്റ് ഉണ്ട്. ഓക്കെ, കരിക്കുലം ഡെവലപ്മെൻറ്റ് അതായത് പാഠ്യപദ്ധതികളൊക്കെ ഡെവലപ്പ് ചെയ്യും, രണ്ട് ഈ പറയുന്ന ഇൻഫർമേഷൻ ടെക്നോളജി റിലേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ വേണ്ടുന്ന ട്രെയിനിങ് കൊടുക്കും. ഓക്കെ, എക്സ്ചേഞ്ച് ഓഫ് ട്രെയിനീസ് ആൻഡ് എക്സ്പേർട്സ്, ഇന്ത്യയിലുള്ള ട്രെയിനീസിനും എക്സ്പേർട്സിനൊക്കെ ഈജിപ്തിൽ കൊടുക്കും. അതേപോലെ തന്നെ ഈജിപ്തിൽ നിന്ന് ഇങ്ങോട്ടും കൂടെ എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. ഓക്കെ, മ്യൂച്വൽ റെക്കഗ്നിഷൻ ഓഫ് സർട്ടിഫിക്കേഷൻ. ഓക്കെ, രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സർട്ടിഫിക്കേഷൻ്റെ മ്യൂച്വൽ റെക്കഗ്നിഷൻ, അതുപോലെ തന്നെ ഇങ്ങനെ ലാബ് ഫെസിലിറ്റി ഒക്കെ ഷെയർ ചെയ്യുക, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇവർ ഈ MOU കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് കർണാടക വികാസ് ബാങ്ക് ഇപ്പോൾ പുതുതായിട്ട് ഒരു ലോൺ സ്കീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് വികാസ് സ്ഫൂർത്തി. ഓക്കെ, കർണാടക, ഈ വികാസ് എന്ന് കാണുമ്പോഴേ അറിയാലോ കർണാടക വികാസ് ഗ്രാമീൺ ബാങ്കാണ്. ഓക്കെ, അതായത് ഇതും സെയിം സംഭവം തന്നെയാണ്, അവിടുത്തെ ഒരു ലോൺ ഫെസിലിറ്റിയാണ്. ഓക്കെ, ചിലപ്പം വികാസ് സ്ഫൂർത്തി ഏത് ബാങ്കാണ് കൊണ്ടുവന്നതെന്ന് ചോദിക്കും, അതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, ഇതും മെയിനായിട്ട് ഈ റൂറൽ ഏരിയയിലുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവർക്കൊരു ക്രെഡിറ്റ് അസിസ്റ്റൻസ്, ഒരു ക്രെഡിറ്റ് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ലോൺ സ്കീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനിയും ഇതാരാണ് ലോഞ്ച് ചെയ്തതെന്ന് നോക്കാം. കർണാടക വികാസ് ഗ്രാമീൺ ബാങ്കിൻ്റെ ചെയർമാനായിട്ടുള്ള ശ്രീകാന്ത് M. ബന്ദിവാദ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഈ പറയുന്ന ഒരു ഈ ലോൺ സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, വികാസ് എന്ന് കാണുമ്പോഴേ മനസ്സിലായിക്കോണം അത് കർണാടക വികാസ് ഗ്രാമീൺ ബാങ്കാണ്. ഇതാണ് കർണാടക വികാസ് ഗ്രാമീൺ ബാങ്കിൻ്റെ ലോഗോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. എന്താണ് എയിം? എന്താ? ടു സ്ട്രെങ്തൻ ദ റൂറൽ ക്രെഡിറ്റ് ഡെലിവറി സിസ്റ്റം ആൻഡ് ടു മോട്ടിവേറ്റ് കോമൺ മാൻ ടു ടേക്ക് അപ്പ് ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഓർ എ സ്മോൾ സ്കെയിൽ. ബേസിക്കായിട്ട് റൂറൽ ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ടാണ് അവർക്ക് ഒരു ക്രെഡിറ്റ് സപ്പോർട്ടിംഗ് സിസ്റ്റം കൊടുക്കുക. അതേപോലെ തന്നെ അവർക്ക് ഓരോ എൻ്റർപ്രൈസസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻകം സപ്പോർട്ടും കൂടിയാണ് ഈ പറയുന്ന വികാസ് സ്ഫൂർത്തി എന്നുള്ള ലോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് RBI ഒരു ബാൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഫെഡറൽ ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കും ഇനി കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ്സ് ലോഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ്സ് ഇഷ്യൂ ചെയ്യുന്നതിന് സംബന്ധിച്ചിട്ട് RBI ഒരു ബാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്തായിരുന്നു? ഏതൊക്കെ ബാങ്കാണ്? ഫെഡറൽ ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കും ഇനി കുറച്ച് നാളത്തേക്ക് കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ്സ് ഇഷ്യൂ ചെയ്യരുത് എന്നുള്ള ഒരു ബാനാണ് RBI ഇപ്പോൾ റീസെൻ്റായിട്ട് ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? ഫെഡറൽ ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കും. ഓക്കെ, അടുത്തത് NPCI അറിയാലോ, ദിലീപ് ബാസ്ബെ ഹെഡ് ചെയ്തിട്ടുള്ള നമ്മുടെ NPCI നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും പിന്നീട് ഒരു IISc എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. IISc ഒരു നമ്മുടെ IIT പോലെയൊക്കെ തന്നെയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ന് പറയും, ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ളതാണ് IISc. അപ്പം നമ്മൾ പറയുന്നത് എന്താ? നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും IISc ബാംഗ്ലൂരും കൂടെ ചേർന്നിട്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി, ഇതൊക്കെ നമ്മൾ ഓരോരോ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ചെയ്യുമ്പം ഓരോ ഇൻവെൻഷനിലൊക്കെ യൂസ് ചെയ്യുന്ന, അതിപ്പം ഫിൻടെക് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ടെക്നിക്കൽ പ്ലാറ്റ്ഫോമിലാണെങ്കിലും ഒരുപാട് സയൻറ്റിഫിക് കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും നമ്മൾ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, AI ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ജോയിൻ്റ് റിസർച്ചിന് വേണ്ടിയിട്ടാണ് NPCIയും IISc ബാംഗ്ലൂരും കൂടെ ഈ പറഞ്ഞ MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിയും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും റിലേറ്റ് ചെയ്തിട്ടുള്ള ജോയിൻ്റ് റിസർച്ചിന് വേണ്ടിയിട്ടാണ് NPCIയും അതുപോലെ തന്നെ IISc ബാംഗ്ലൂരും കൂടെ MOU സൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ന്യൂസ് നോക്കാം. അടുത്തത് മിസ് വേൾഡ് 2024 കോമ്പറ്റീഷനാണ്. ഓക്കെ, അപ്പോൾ 71ാമത്തെ എഡിഷനാണ് ഇപ്പോൾ നടക്കുന്നത്. 71ാമത്തെ എഡിഷനിൽ ഈ പറയുന്ന മിസ് വേൾഡ് കോമ്പറ്റീഷൻ വിൻ ചെയ്തിട്ടുള്ള ചെക്ക് റിപ്പബ്ലിക്കിനെ പ്രതിനിധീകരിച്ച് വന്നിട്ടുണ്ടായിരുന്ന ക്രിസ്റ്റീന പിസ്കോവയാണ്. ഓക്കെ, പേര് മറക്കരുത്,
ക്രിസ്റ്റീന പ്ലിസ്കോവ. ഒരു ഏത് കൺട്രിയാണ്? ചെക്ക് റിപ്പബ്ലിക് ആണ്. ഇനി അവരാണ് ഇപ്രാവശ്യത്തെ 2024 മിസ് വേൾഡ് പട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ക്രിസ്റ്റീന പ്ലിസ്കോവ. ഇനി 71ാമത്തെ എഡിഷനാണ് 71ാമത്തെ മിസ് വേൾഡ് പേജൻ്റാണ് ഇപ്പം നടന്നിട്ടുണ്ടായിരുന്നത്. മുംബൈയിലെ മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് ഈ പറയുന്ന പേജൻ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി ആരാണ് സെക്കൻഡ് പൊസിഷൻ അഥവാ ഫസ്റ്റ് റണ്ണറപ്പ് ആയിട്ട് ആരാണ് വന്നതെന്ന് നോക്കാം. യസ്മീന സൈത്തൂൻ, ലെബനോൺകാരെയാണ് യസ്മീന സൈത്തൂൻ. അവരാണ് സെക്കൻഡ് പൊസിഷൻ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇനി ക്രിസ്റ്റീന പ്ലിസ്കോവയ്ക്ക് ക്രൗൺ ചെയ്ത് കൊടുത്തത് ആരാണ്? 2022 മിസ് വേൾഡ് ആണ്. അത് പോളണ്ടിൻ്റെ കാരോലീന ബിലോസ്ക. ഓക്കെ, കാരോലീന ബിലോസ്കയാണ് ഈ പറഞ്ഞ ക്രിസ്റ്റീന പ്ലിസ്കോവയ്ക്ക് ക്രൗൺ ധരിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവർ 2022 മിസ് വേൾഡ് ആണ്. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഇപ്രാവശ്യം 71ാമത്തെ എഡിഷനാണ് നടന്നിട്ടുണ്ടായിരുന്നത്. മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ്, വേൾഡ് കൺവെൻഷൻ സെൻറ്ററിലാണ്, ജിയോ വേൾഡ് കൺവെൻഷൻ സെൻറ്ററിലാണ് ഈ ഒരു പാജന്റ് ഷോ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇപ്രാവശ്യം ഇന്ത്യ ആണല്ലോ ഇത് ഹോസ്റ്റ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ 2ാമത്തെ വട്ടമാണ് ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് 71 പ്രാവശ്യം, ഇതിപ്പോൾ 71ാമത്തെ എഡിഷൻ ആണെങ്കിൽ പോലും ഇന്ത്യ 2 വട്ടം മാത്രമേ ഈ ഒരു പേജന്റ് ഷോ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് വന്നിട്ട് 1996-ലായിരുന്നു. അതിനുശേഷം 28 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് 2024 ഇന്ത്യ ഈ പറയുന്ന മിസ് വേൾഡ് ഷോ ഹോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുനിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ന്യൂസ് നോക്കാം. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമ്മുടെ തെലങ്കാനയിലുള്ള നമ്പർ പ്ലേറ്റിലേക്ക് പ്രിഫിക്സ് ഉണ്ടല്ലോ, ഇതായിരുന്നു TS എന്നായിരുന്നു തെലങ്കാനയിലൊക്കെ ഉള്ള നമ്പർ പ്ലേറ്റിൻ്റെ പ്രിഫിക്സ് വന്നിട്ട്. ഓക്കെ, ഇനി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പുതുതായിട്ട് ഒരു അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. തെലങ്കാനയിലെ രജിസ്ട്രേഷൻ പ്ലേറ്റിലൊക്കെ TS ഇനി വേണ്ട, പകരം TG തന്നെ മതി. TSന് പകരം ഇനി TG മതി എന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്രൂവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത ന്യൂസിനകത്ത് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഇപ്പം ലാസ്റ്റ് ന്യൂസിനകത്ത് അതാണ് കണ്ടത്. എന്താണ്? പ്രിഫിക്സ് TS ആയിരുന്നു, പക്ഷേ അതിനിയും എന്തായിരിക്കും? തെലങ്കാനയുടെ, നമ്മൾ കേരളത്തിനൊക്കെ KL എന്ന് പറയത്തില്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ തെലങ്കാനയ്ക്ക് ഇനി TG ആയിരിക്കും. ഇതിനുള്ള അപ്രൂവൽ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ റീസണായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഏത് മിനിസ്റ്റർ അണ്ടറിലായിരിക്കും വരുന്നത്? മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേയുടെ അണ്ടറിലാണ് ഈ പറയുന്ന മാറ്റങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെ അപ്രൂവലൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, തെലങ്കാന സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ തെലങ്കാനയിലെ ഉള്ള രജിസ്ട്രേഷൻ പ്ലേറ്റിൻ്റെ പ്രിഫിക്സിൻ്റെ TS എന്നുള്ളത് TG ആക്കി. പിന്നെ അതിന് മുന്നേ നമ്മൾ മിസ് വേൾഡ് കോമ്പറ്റീഷൻ ആരാണ് വിൻ ചെയ്തത്, സെക്കൻഡ് പൊസിഷൻ ആരായിരുന്നു, ഏത് രാജ്യമാണ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഓക്കെ, അങ്ങനത്തെ അത് റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി. ഇനി ബാങ്ക് എക്സാംസിന് ചോദിക്കുന്ന രീതിയിലുള്ള കുറച്ച് MOU ഉണ്ടായിരുന്നു. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും AI ടെക്നോളജീസിനൊക്കെ പറ്റിയിട്ടുള്ള റിസർച്ച്, ഒരു ജോയിൻറ്റ് റിസർച്ചിന് വേണ്ടിയിട്ട് NPCIയും അതുപോലെ തന്നെ IISc ബാംഗ്ലൂരോട് MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് RBI ഇനി ഫെഡറൽ ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കിനും ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ്സ് ഇഷ്യൂ ചെയ്യുന്ന കാര്യത്തിൽ ബാൻ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് റൂറൽ ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ട് കർണാടക വികാസ് ബാങ്ക് ഒരു ലോൺ സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പേര് വികാസ് സ്ഫൂർത്തി എന്നായിരുന്നു. ഓക്കെ, അതിനെപ്പറ്റി നോക്കി. പിന്നെന്തായിരുന്നു? ഈ പറയുന്ന ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു MOU കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ബൈലാറ്ററൽ MOU ആണ്. ഇന്ത്യയുടെ NIELITയും ഈജിപ്തിൻ്റെ ITA എന്ന് പറഞ്ഞിട്ടുള്ള 2 ഓർഗനൈസേഷൻ തമ്മിലുള്ള MOU ആയിരുന്നു. അതേപോലെ തന്നെ ലാസ്റ്റ് അതിന് മുന്നേ നമ്മൾ കണ്ടത് ഹൈദരാബാദിൻ്റെ ലിബറേഷൻ ഡേ ആയിരുന്നു. സെപ്റ്റംബർ 17 ഹൈദരാബാദിന് ലിബറേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. 1948 ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നീട് എന്തായിരുന്നു? ഈ ക്രോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ ഇനിഷ്യേറ്റീവ് ഉണ്ടായിരുന്നു. അത് ആരാ ലോഞ്ച് ചെയ്തത്? യൂണിയൻ മിനിസ്റ്റർ ജിതേന്ദ്ര സിംഗ് ആണ്. അഗ്രികൾച്ചർ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആണ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. അദ്ദേഹമാണ് ഈ പറയുന്ന നാഷണൽ സ്പീഡ് ബ്രീഡിംഗ് ക്രോപ്പ് ഫെസിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബേസിക്കലി ഫാമേഴ്സിൻ്റെ ഇൻകം ഡബിൾ ആക്കുക, അവരുടെ ഇൻകം സ്റ്റേബിൾ ആക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ക്രോപ്പിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുക, ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന ഇനിഷ്യേറ്റീവിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അതിന് മുന്നേ നമ്മൾ കണ്ട ന്യൂസ് അനുരാഗ് സിംഗ് ഠാക്കൂർ ഇപ്പോൾ PB ശബ്ദം എന്ന് പറയുന്ന ഒരു പുതിയ പോർട്ടൽ, ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഓഡിയോ വിഷ്വൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് PB ശബ്ദം എന്ന് പറയുന്നത്.
അനുരാഗ് സിംഗ് താക്കൂറാണ് അത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് എന്തായിരുന്നു, പ്രസാർ ഭാരതിയും ഉസോഫും ONDCയും കൂടെ ചേർന്നിട്ട് റൂറൽ ഏരിയയിലുള്ള കുറച്ച് ഡിജിറ്റൽ സർവീസസ് OTT, ഇ-കൊമേഴ്സ് എന്നിങ്ങനെയുള്ള ഡിജിറ്റൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ട്ണർഷിപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഓരോ ഓർഗനൈസേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ആ ഒരു MOU സംബന്ധിച്ച് പഠിക്കാനുള്ളത്. പിന്നീട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി PM സൂരജ് എന്ന് പറയുന്ന ഒരു പോർട്ടൽ, ഒരു ക്രെഡിറ്റ് സപ്പോർട്ടിംഗ് പോർട്ടലാണ്. ബേസിക്കലി നമ്മുടെ ഡിസഡ്വാൻറ്റേജ്ഡ് കമ്മ്യൂണിറ്റീസിനും അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനൊക്കെ കൊടുക്കുന്ന ഒരു ക്രെഡിറ്റ് സപ്പോർട്ട് അതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് PM സൂരജ്. ഓക്കെ, അതിൻ്റെ ഫുൾ ഫോമും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയായിരുന്നു, ഏത് മിനിസ്ട്രിയാണ്. പിന്നെ ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള MOUക്കുള്ള ക്യാബിനറ്റ് അപ്രൂവലിനെ പറ്റിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. എനർജി എഫിഷ്യൻസിയും ഫുഡ് സേഫ്റ്റിയും പിന്നെന്താ ഈ പറഞ്ഞ പെട്രോളിയം പ്രൊഡക്ട്സിൻ്റെയൊക്കെ ട്രേഡും കാര്യങ്ങളും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു MOU ആയിരുന്നു. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കിയത്. ഓക്കെ, അപ്പം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുള്ളൂ. കാരണം അത്രയും ഒരു 95% ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇനി നിങ്ങൾ വരാനിരിക്കുന്ന എക്സാംസ്, നിങ്ങൾ ഫേസ് ചെയ്യാനിരിക്കുന്ന എക്സാംസിൽ ഇതിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിച്ചിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും പുതിയ കണ്ടൻറ്റുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ ടേക്ക് കെയർ, ബൈ.